ഇനു ഇറങ്ങി ഓടാൻ നിന്നതും മറിയ കയ്യിൽ പിടിച്ചു. അവള് ദയനീയമായി ഇനുവിനെ നോക്കിയതും ഇനു അവിടെ നിന്നു. മറിയുവിനെ നേരെ ഒരു ബെഡിലേക്ക് കിടത്തി. ഇനു അവളെ കയ്യിൽ പിടിച്ച് നിന്നു. മറിയുവിൻ്റെ വേദന ഒന്ന് കുറഞ്ഞത് കണ്ടതും നേഴ്സുമാരെ അവിടെ നിന്ന് പോയി. പെട്ടെന്ന് ആരുടെയോ അലർച്ച കേട്ടതും ഇനി ചുണ്ടു ചുളുക്കി കരയാനായിട്ട് മറിയുവിനെ നോക്കി. മറിയ അതിലും ദയനീയമായി ഓളയും. എടിയെ, എനിക്ക് പേടിയാവുന്ന, ഞാൻ പോട്ടെ. ഇനു, എനിക്കും ഞാനും വരൂ. മറിയോ, അപ്പം ആര് പ്രസവിക്കൂ? അത് ശരിയാലോ, എന്നാൽ ഞാൻ പോണില്ല, നീയും പോണ്ട. ഇനുവും മറിയും കുറച്ചു നേരം അവിടെ ഇരുന്നു. മറിയുവിന് ചെറുതായി പെയിൻ വന്നതും ഇനു അവളെ വയറ്റിൽ തടവി കൊടുക്കാൻ തുടങ്ങി. എന്തിനാ ചോദിച്ചാൽ ഓക്കും അറിഞ്ഞൂടാ. പേടി കൂടിയിട്ടാ തോന്നുന്നു വിശക്കുന്ന. മറിയു, നീ എന്തോ ചെയ്യും? ഇനു, ഈ പോയിട്ടൊരു ബിരിയാണി പാർസൽ മേടിച്ചോണ്ട് വാ. അപ്പം നിൽക്കോ? എന്നാ 2 എണ്ണം. ഓക്കെ. ഇനി ചുറ്റും നോക്കി പോവാൻ നിന്നതും മറിയ അവളെ കയ്യിൽ പിടിച്ചു. അല്ലെങ്കിൽ വേണ്ട, ഈ പോയാൽ തിരിച്ചു വരില്ല, ഇവിടെ നിന്നോ. ആരൊക്കെയോ കരയുന്നു, ചേരുന്നു. ഇനുവിനും മറിയും വല്ലാണ്ട് പേടി കയറാൻ തുടങ്ങി. പെട്ടെന്ന് മറിയോ ഇനുവിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. ഇനു അവളെ നോക്കിയതും മറിയുവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു. ഇനു, എനിക്ക് വയ്യടി. അത് കേട്ടതും ഇനു പേടിയോടെ ഡോക്ടറെ എന്നല്ലാതെ വിളിച്ചതും ആരൊക്കെയോ വന്നു. മറിയോ വേദന കൊണ്ട് പൊളയാൻ തുടങ്ങി. പെട്ടെന്ന് എല്ലാവരും കൂടി അവളെ വേറൊരു റൂമിലേക്ക് മാറ്റി. ഇനുവും കൂടെ ചെന്നു. മറിയുവിൻ്റെ കരച്ചിൽ കണ്ടതും ഇനുവും ഇരുന്ന് കരയാൻ തുടങ്ങി. ഇനു ഒച്ച വെച്ച് ഉറക്കനെ കരയാൻ തുടങ്ങിയതും മറിയോ കരച്ചിൽ നിർത്തി. നേഴ്സുമാരും ഡോക്ടറും അവളെ നോക്കി. നീ എന്തിനാ കൊച്ച കരയുന്നേ? ഡോക്ടർ, മിണ്ടാതിരിക്കടി പോത്തെ, എൻ്റെ കരയാനുള്ള മൂട് കളയല്ലേ. മറിയോ, സോറി. വീണ്ടും മറിയിരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ കൂടെ ഇനുവും. നിർത്തടി കോപ്പേ, എൻ്റെ കോൺസെൻട്രേഷൻ പോണ്. മറിയോ, ജിവ പുഷ് പുഷ്. ആരെ പുഷ്ന്നേ? മറിയൊന്ന് ഞെട്ടി പെട്ടെന്ന് ഇനുവിനെ പിടിച്ച് തള്ളാൻ തുടങ്ങി. നീ എന്തിനാണ് എന്നെ പിടിച്ച് തള്ളുന്നേ? ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? മറിയോ, അയ്യോ എൻ്റെ കൊച്ചെ, അവളെ പിടിച്ച് തള്ളാനല്ല, കുഞ്ഞിനെ പുറത്തോട്ട് വരാനാണ്. പുഷ് ചെയ്. ഡോക്ടർ. അപ്പോൾ ഇനു ചെന്ന് മറിയുവിൻ്റെ വയറ് പിടിച്ച് തള്ളാൻ തുടങ്ങി. ആ തള്ളലിൽ മറിയവും കൂടെ പോരാൻ തുടങ്ങി. എൻ്റെ ദൈവമേ! അതും പറഞ്ഞ് ഡോക്ടർ തലക്കടിച്ചു. മറിയ ചീറി പൊളിക്കാൻ തുടങ്ങി. അവൾ കരയുന്നത് കണ്ടതും ഇനുവും വായ പൊത്തി പിടിച്ച് ഹലാക്കിലെ കരച്ചിൽ. പെട്ടെന്ന് ബ്ലഡ് വരുന്നത് കണ്ടതും ഇനി ഞെട്ടിക്കൊണ്ട് കണ്ണുമിഴിച്ച് മറിയനെ നോക്കി. അയ്യോ, ബ്ലഡ്! കുഞ്ഞു പോയേ! അല്ലോ, ഇനി എന്തോ ചെയ്യും? മറിയമ്മേ, വാവ പോയിടിയേ. അതും പറഞ്ഞ് വിറച്ചോണ്ട് നിന്ന ഇനി ബോധം കെട്ട് വീണു. അപ്പോഴാണ് മറിയവും ബ്ലഡ് കണ്ടത്. അത് കണ്ടതും മറിയവും വലിയ വായിൽ കരയാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞു പോയേ, ഞാനിനി ഇതെങ്ങനെ സഹിക്കും? ഇനി എനിക്ക് ജീവിക്കണ്ട, എൻ്റെ കൊച്ചു പോയേ. എൻ്റെ ദേവി മോളെ, കുഞ്ഞിനൊന്നും പറ്റിയില്ല, ഇത് നോർമലാടാ. നീ മാക്സിമം പുഷ് ചെയ്യാൻ നോക്ക്. ഡോക്ടർ, നിങ്ങൾ വെറുതെ പറയാ, എനിക്കറിയാം, ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്, ചോര വന്ന കുഞ്ഞ് പോയിന്നാ. മറിയോ, ഡോക്ടർ, നോർമൽ നടക്കുമെന്ന് തോന്നുന്നില്ല. നേഴ്സ്, നിങ്ങൾ ഓട്ടിയിലേക്ക് കയറ്റിക്കോ, ഈ കുട്ടീനെ നോക്ക്. ഡോക്ടർ അതും പറഞ്ഞ് മറിയോനെ സ്ട്രെച്ചറിൽ കിടത്തി കൊണ്ടുപോയി. നേഴ്സുമാർ ഇനുവിനെ ചെയറിലിരുത്തി. ഇനുവിനെ പുറത്തോട്ട് കൊണ്ടുവന്നതും ഇഞ്ച ഓടി വന്നു. എന്താ പറ്റിയേ? അപ്പോഴും ഇനുവിന് ബോധം വന്നില്ലായിരുന്നു. നല്ല ആളെ കൂട്ടിന് വിട്ടെ, പേടിച്ച് ബോധം പോയതാ. മറ്റേ കുട്ടിക്ക് നോർമൽ നടക്കില്ല, ഓപ്പറേഷന് കയറ്റിയിട്ടുണ്ട്. ഇവിടെ ഒന്ന് സൈൻ ചെയ്യണം. നേഴ്സ്. ജെയുടെ സൈൻ ചെയ്ത് കൊടുത്തതും ഇജ ഇനുവിനെ എടുത്ത് ചെയറിൽ കൊണ്ട് ഇരുത്തി. ജെയുടെ എവിടെ നിന്നോ വെള്ളമെടുത്തോണ്ട് വന്ന് ഇനുവിൻ്റെ മുഖത്തേക്ക് ഒഴിച്ച്. ഇനു കണ്ണ് ചിമ്മി തുറന്നതും മുന്നിൽ ഇജുവിനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചൊറ്റ കരച്ചിലായിരുന്നു. ഇജുവിന് വേണ്ടാതില്ല തോന്നിപ്പോയി. അവൻ അവളെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കാൻ തുടങ്ങി. ജെഡി കൂളായി നടക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ വലിയ ടെൻഷനിലാണ്. നിനക്ക് ടെൻഷനൊന്നുമില്ലേ എമി? എന്തിന്? ഇതൊക്കെ നോർമലല്ലേ. ജെഡി, നീ എന്താ അവളെ കൂടെ പോവാഞ്ഞേ? പേടിച്ചിട്ടാണോ? അല്ലടാ, അവൾ വേദന സഹിച്ച് കരയുന്നത് കാണാൻ വയ്യടാ, അതുകൊണ്ടാ. കുറച്ച് കഴിഞ്ഞതും നേഴ്സ് പുറത്തേക്ക് വന്നു. ജീവാമറിയ. അത് കേട്ടതും ജെഡിയും അപ്പച്ചനും അമ്മച്ചിയും പപ്പയും മമ്മയും എമിയും അമ്മനും ഓടിച്ചെന്നു. ഇനുവിനെയും കൊണ്ട് ഇജ അഫിയുടെ അടുത്തേക്ക് പോയിരുന്നു. അഫീനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ജീവ പ്രസവിച്ചു, പെൺകുട്ടിയാണ്. നേഴ്സ്, അവൾക്ക് ജെഡി. ഷീ ഈസ് ഫൈൻ ഡോക്ടർ,
ഓപ്പറേഷനല്ലായിരുന്നോ? സോ അതിന് കുറച്ച് ബുദ്ധിമുട്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ ഫൈൻ. കർത്താവിന് സ്തുതി അമ്മച്ചി. 5 മിനിറ്റ് കഴിഞ്ഞതും നേഴ്സ് ഒരു ടവലിൽ ഒരു ചോരക്കുഞ്ഞിനെയും കൊണ്ടുവന്നു. നേഴ്സ് നേരെ ജേഡിക്ക് കൊടുത്തതും അവൻ സൂക്ഷിച്ച് കുഞ്ഞിനെ വാങ്ങി കയ്യിൽ വെച്ചു. റോസ് കളറായിരുന്നു കുഞ്ഞ്. കണ്ണും അടച്ച് വിരലും പൊട്ടി ചുരുട്ടി പിടിച്ച് കിടക്കായിരുന്നു കുഞ്ഞ്. ജീവമോളെ പോലെ തന്നെയല്ലേ അപ്പച്ചൻ? അല്ലല്ല, എന്നെ പോലെയുണ്ട് അമ്മൻ. ജേഡി പതിയെ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചതും അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ അവരെ നോക്കി നിന്നു. എല്ലാവരും കുഞ്ഞിനൊന്നെടുത്ത് തിരിച്ച് നേഴ്സ് കൊണ്ടുപോയി. അന്ന് വൈകിട്ട് മറിയനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ജേഡി കയറി വന്നപ്പോൾ കണ്ടത് അടുത്തുള്ള കുഞ്ഞിൻ്റെ കയ്യിൽ ഉമ്മ വെക്കുന്ന മറിയുനെയായിരുന്നു. ജീവ, അവൻ ഒത്തിരി സ്നേഹത്തോടെ വിളിച്ചതും മറിയ അവനെ നോക്കി. പാ, ഇറങ്ങി പോടാ. ഇനി മേലാല് കൊച്ചി കിച്ച് എന്ന് പറഞ്ഞു വന്നാലുണ്ടല്ലോ, നിങ്ങളെ ഞാൻ ഡിവോഴ്സ് ചെയ്യും. ജേഡിക്ക് ചിരി വന്നിരുന്നു. പക്ഷേ ചിരിച്ച ലവളെ ശരിക്ക് ഡിവോഴ്സ് ആക്കും എന്നുള്ളത് കൊണ്ട് ഓൻ ചിരിച്ചില്ല. അവൻ അവളെ അടുത്ത് ചെന്ന് നിന്നതും അവള് സന്തോഷത്തോടെ ഒത്തിരി കൗതുകത്തോടെ കുഞ്ഞിനെ നോക്കിയിട്ട് അവനെ നോക്കി. നമ്മുടെ വാവയച്ചായ, എന്ത് രസമല്ലേ? എത്ര പെട്ടെന്ന് കൊച്ചു ആള് മാറിയേ. അവനൊരു ചെറു ചിരിയോടെ അവളെ അടുത്തിരുന്ന് അവളെ കവിളിൽ ഉമ്മ വെച്ചു. അവളെ തിരിച്ചും അവനും ഉമ്മ കൊടുത്തു. അയ്യോ, ഇനുവിന് ബോധം വീണോ? നല്ല കരച്ചിലായിരുന്നു, ചെറുതായി പേടിച്ചു തോന്നുന്നു. ജേഡി ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെ ഉമ്മ വെച്ചതും എല്ലാവരും കയറി വന്നു. ഇനു മെല്ലെ ചെന്ന് കുഞ്ഞാവിൻ്റെ കയ്യിൽ പിടിച്ചതും അവളെ വിരലിൽ ഭാവ മുറുകെ പിടിച്ചു. ബാക്കിയെല്ലാവരും മറിയോനോട് സംസാരിക്കുമ്പോൾ ഇനു കുഞ്ഞിനെ വല്ലാത്തൊരു കൗതുകത്തിൽ നോക്കി നിൽക്കായിരുന്നു. എന്താടാ പേര്? ഇനു, അത് സർപ്രൈസ്, ഇപ്പോൾ പറയില്ല. പിന്നെ മറിയോ, അതെന്താ ഞങ്ങളിപ്പോൾ അറിഞ്ഞാ? എമ്മി, അറിയണ്ട, അത്ര തന്നെ. മറിയോ, എന്നാ ഞാൻ വിളിക്കാൻ പോവാ. ഇഞ്ഞുണ്ടാ പ്രീ. അമൻ, പാ കടന്ന് പോക്കളവാ. മറിയോ, ഈ പൊടി. പിന്നെ രണ്ടും കൂടി തല്ലായി. ഇനി ഇജുവിൻ്റെ അടുത്തേക്ക് ചെന്നതും അവൻ അവളെ ചേർത്ത് പിടിച്ചു. മറിയാമ്മോയ്, വേദന ഉണ്ടായിരുന്നോടാ? ആഫി നിറവയറുമായി മറിയനെ നോക്കി ചോദിച്ചതും മറിയോ എന്തോ കിട്ടിയ സന്തോഷത്തിൽ ഇജുവിനെ നോക്കി ഇളിച്ചു കൊടുത്തു. അതിലൊരു പണി വരുന്നില്ലേ എന്ന ഡൗട്ട് തോന്നിയ ഇജു നേഴ്സായി അഫിയുടെ അടുത്തേക്ക് ചെന്ന്, നമുക്ക് പോവാ. അഫി ബാ. നിക്ക്, ഞാൻ പറയട്ടെ. അഫി, ഒടുക്കത്തെ വേദനയാടേ, മരിച്ചാൽ മതി തോന്നും. നിനക്കറിയോ, കൈയും കാലും മുടിക്കുന്ന പോലെ തോന്നും. അങ്ങനെ തുടങ്ങി മറിയാൻ ഒടുക്കത്തെ തള്ളായിരുന്നു. അതൊക്കെ കേട്ടതും അഫിയുടെ ചുണ്ടൊക്കെ ചുളുങ്ങാൻ തുടങ്ങിയിരുന്നു. കരച്ചിലിൻ്റെ വക്കത്തെത്തിയാള്. ഇജു ആണേ മറിയനെ നോക്കി പല്ല് കടിക്കണ്ട. എനിക്ക് വിശ്വാസമില്ല, നീ ഇനുവിനോട് ചോദിച്ചോക്ക്. ഓള് ബോധം കെട്ട് വീണ്. അപ്പോൾ തന്നെ അഫി കണ്ണു നിറച്ച് ഇനുവിനെ നോക്കി. ഇനു ആണേ കണ്ണെടുക്കാതെ കുഞ്ഞിനെ നോക്കി നിൽക്ക. ആ ബെസ്റ്റ്, നല്ല ആളോടാ ചോദിക്കുന്നേ. അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നേ പിന്നെ കഞ്ചാവടിച്ച കോയിനെ കണക്കല്ല അവള്. എമി, ഇജുക്ക. അഫി, എന്താടാ? എനിക്ക് പ്രസവി കണ്ട. അപ്പോൾ കുഞ്ഞിനെന്തോ ചെയ്യും? അവിടെ ഇരുന്നോട്ടെ. അഫി, നിന്നെ ഞാൻ പിന്നെ കണ്ടോളാടി തെണ്ടി. മോള് വാ, ഇക്ക് പറഞ്ഞുതരാം. മറിയോനെ നോക്കി കണ്ണുരുട്ടി അഫീനെയും പിടിച്ചുകൊണ്ട് ഇൽസ് പോയി. എല്ലാവരും കുഞ്ഞിനെയും മറിയോനെയും പൊതിഞ്ഞതും എമ്മി ഇനുവിൻ്റെ അടുത്ത് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു. എനിക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നു എമ്മിക്ക. എന്തേ, വയ്യേ നിനക്ക്? അറിയില്ല, എന്തൊക്കെയോ ഒരു അസ്വസ്ഥത. കുറച്ചു നേരം കിടക്കാൻ തോന്നുന്നു. എല്ലാവരും എവിടെയല്ലടാ? എന്നാ നീ എൻ്റെ വീട്ടിലേക്ക് പോരെ? എമ്മി, അത് വേണ്ട, ഞാൻ റൂമിലേക്ക് പൊക്കോളാം. എൻ്റെ കൂടെ ഒന്ന് വരുമോ? അവളുടെ മനസ്സ് എന്തോ അസ്വസ്ഥയിലാണെന്ന് മനസ്സിലായി. എന്തോ കാര്യമെന്ന് എമ്മിക്ക് മനസ്സിലായില്ല. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഫിയുടെ റൂമിലേക്ക് ചെന്ന് റൂമിലെത്തിയതും അവൾ ബി സ്റ്റാൻഡർക്കുള്ള ബെഡിൽ കിടന്നു. എമ്മി ഒരു പുതപ്പെടുത്ത് അവൾക്ക് പുതച്ചു കൊടുത്ത് അവിടെയുള്ള ചെയറിലിരുന്നു. ഇനു എന്തോ ഒരു വലിയ ഉറക്കത്തിലേക്ക് വീണ പോലെ. നമ്മൾ ഉറക്കം തെളിഞ്ഞ് എണീറ്റതും ആകെ എന്തോ ഒരു മന്ദപ്പ്. എത്ര നേരം ഉറങ്ങിയെന്ന് ഒരു പിടുത്തവും ഇല്ല. എണീറ്റിരുന്നപ്പോൾ എമ്മിക്ക് അടുത്ത് ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ട്. നമ്മൾ എണീറ്റത് കണ്ടതും മൂപ്പരൻ നമ്മൾ നോക്കി ചിരിച്ചു. എന്തുറക്കിയിരുന്നു? സമയത്രേ? നേരം നട്ടുച്ചയായി. ഇത്ര നേരം? ആ, ഇന്നലെ വൈകിട്ട് കിടന്നിയല്ലേ നീ? രാത്രി അഫിക്ക് പെയിൻ വന്ന് കൊണ്ടുപോയി. നീ ഒറ്റക്കല്ലെന്ന് വെച്ച് ഞാനിവിടെ ഇരുന്നതാ. മുഖം കഴുകിയിട്ട് വാ, നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം. എമി, ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. നമ്മൾ വേഗം ചെന്ന് മുഖം കഴുകി എമിക്കാടെ കൂടെ ക്യാൻറ്റീനിൽ ചെന്ന് ഫുഡ് കഴിച്ചു.
സമയം 10 മണിയായുള്ളൂ. നമ്മളെ ലേബർ റൂമിലേക്ക് ചെന്നപ്പോൾ കാക്കു ടെൻഷൻ അടിച്ച് നടക്കുന്നുണ്ട്. നമ്മളെ കണ്ടപ്പോൾ നമ്മളെ അടുത്തേക്ക് ഓടി വന്നു. ഇപ്പം എങ്ങനെയുണ്ട് നിനക്ക്? തലവേദന കുറവുണ്ടോ? കാക്കു, തലവേദനയോ? നമ്മൾ എമീക്കാനെ നോക്കിയപ്പോൾ മൂപ്പര് കണ്ണടിച്ച് കാണിച്ചു തന്നു. നമ്മളെ ചിരിച്ചുകൊണ്ട് കുറവുണ്ട് പറഞ്ഞു. ഐഫ, പെട്ടെന്ന് നേഴ്സ് വിളിച്ച് പറഞ്ഞതും എല്ലാവരും അങ്ങോട്ടോടി. പ്രസവിച്ചോ? പെൺകുഞ്ഞാണ്. അൽഹംദുലില്ലാ. കാക്കു സന്തോഷം കൊണ്ട് നമ്മളെ കെട്ടിപ്പിടിച്ചു. നമ്മൾ കാക്കുനെയും. പെട്ടെന്ന് നേഴ്സ് കുഞ്ഞിനെയും കൊണ്ട് തന്നതും കാക്കു എടുത്തു. ഒരു കുഞ്ഞു മാലാക. എന്ത് രസാന്നറിയോ കുഞ്ഞിനെ കാണാൻ. കാക്കു കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഉമ്മ കൊടുത്ത് കുഞ്ഞിനെ നമ്മളെ നേർക്ക് നീട്ടി. എന്തോ കൈയൊക്കെ വിറക്കുന്ന പോലെ. കാക്കുമല്ലേ എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നതും ഒരു വല്ലാത്ത ഫീൽ. നമ്മൾ കുഞ്ഞിൻ്റെ കവിളിൽ ഉമ്മ വെച്ചതും. കുട്ടികളുണ്ടാവാത്ത പെണ്ണിൻ്റെ കയ്യിലാണോ കുഞ്ഞിനെ കൊടുക്കുന്നേ? എന്തേലും അസുഖം വരും. കാലുവിൻ്റെ മുത്തമ്മ അത് പറഞ്ഞതും നമ്മൾ ഞെട്ടിക്കൊണ്ട് അവരെ നോക്കി. പെട്ടെന്ന് കാലുവിൻ്റെ ഉമ്മ നമ്മളെ കയ്യിൽ നിന്ന് കുഞ്ഞിനെയും എടുത്തതും എനിക്കെന്തോ പോലെയായി. കണ്ണൊക്കെ നിറഞ്ഞു വന്നു. കാക്കുവും എമ്മിക്കയും ചൂടാവാൻ നിന്നതും നമ്മളെ രണ്ടാളെയും കൈപിടിച്ച് വേണ്ടാന്ന് പറഞ്ഞു. ഞാനൊന്ന് വാഷ്റൂം പോയിട്ട് വരാം. അതും പറഞ്ഞ് നടന്ന് മെല്ലെ തിരിഞ്ഞു നോക്കി. കാക്കു അവരോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. കണ്ണൊക്കെ നിറഞ്ഞു വന്നിട്ട് ഒന്നും കാണാനില്ല. ഇന്നലെയും അവരെന്തൊക്കെയോ എന്നെ പറഞ്ഞായിരുന്നു. നമ്മൾ മെല്ലെ കോറിഡോറിലൂടെ നടന്നതും ആരെയോ പോയി ഇടിച്ചു. നമ്മളെ തലയുയർത്തി നോക്കിയപ്പോൾ ജേഡിയാണ്. എന്താടാ, എന്തിനാ നീ കരയണേ? ജേഡി ആവലാതിയോട് ചോദിച്ചപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. നമ്മളൊന്നുമില്ല എന്ന് തലയാട്ടി മുന്നോട്ട് നടന്നു. ജേഡി പിന്നീന്ന് വിളിച്ച് അടുത്തേക്ക് വന്നപ്പോൾ നമ്മൾ ഓടി. നേരെ ആളൊഴിഞ്ഞ ഒരു മൂലയിൽ ചെന്ന് കുറേ കരഞ്ഞു. എന്തിനാണെന്നറിയാതെ. എനിക്ക് കുഞ്ഞില്ലാത്തതിൻ്റെ കാരണം എനിക്കറിയാം. പക്ഷേ എന്തോ പെട്ടെന്നങ്ങനെ കേട്ടപ്പോൾ, കൂടെ അമ്മ കുഞ്ഞിനെ വാങ്ങിച്ചപ്പോൾ കുറേ നേരം ഇരുന്ന് കരഞ്ഞപ്പോൾ ആരോ അടുത്ത് വന്നിരിക്കുന്നത് പോലെ തോന്നി. നോക്കിയപ്പോൾ കാക്കും എമ്മിക്കയുമാണ്. ഞാൻ രണ്ടുപേരെയും മാറി മാറി നോക്കി. രണ്ടാളും ഒന്നും മിണ്ടുന്നില്ല. അഫി ഒറ്റക്കാവില്ലേ? നീയില്ലാതെ അവളെ അടുത്തേക്ക് ചെല്ലണ്ട പറഞ്ഞു കാക്കു. ഞാനില്ല. എണീക്ക്. പെട്ടെന്ന് എമ്മീക്ക എണീറ്റ് കൊണ്ട് പറഞ്ഞപ്പോൾ ഞാൻ എമ്മീക്കാനെ നോക്കി. കാക്കു നമ്മളെ കൈപിടിച്ചെണീപ്പിച്ച് അഫിയുടെ റൂമിലേക്ക് ചെന്നു. എന്നെ കണ്ടതും അഫി ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വിളിച്ചു. നമ്മളെ ഉമ്മാനെയും മൂത്തുമ്മാനെയും നോക്കി. അവർക്കെന്തോ ഒരു ഇഷ്ടക്കേട് ഫീൽ ചെയ്തു. ബാബി വാ ബാബി. നീ എടുക്കാതെ വേറെ ആർക്കും എടുക്കാൻ സമ്മതിക്കില്ലാന്ന് ഒറ്റ വാശിയില്ല അവള്. എമീക്ക നമ്മളെ ചിരിച്ചുകൊണ്ട് അവളെ അടുത്തേക്ക് ചെന്നു. അവൾ നമ്മളെ കൈപിടിച്ച് അടുത്തേക്ക് ഇരുത്തി. പേര് വിളിക്കണ്ടേ? ഭാബി വിളിച്ചോ? അഫി. എന്ത്? ദാന. ഇച്ചു. വിളിക്ക് ബാബി. അഫി നമ്മളെ മടിയിലേക്ക് കുഞ്ഞിനെ ഇഷൂത്തെടുത്ത് വെച്ച് തന്നു. നമ്മൾ താത്തോനെ നോക്കി ചിരിച്ചു. നമ്മൾ പതിയെ ദാനമോളെ വിളിച്ചു. താത്തു നമ്മളെ കെട്ടിപ്പിടിച്ച് നമ്മളെ തലയിൽ ഉമ്മ വെച്ചു. മൂത്തുമ്മ പെട്ടെന്ന് ഇറങ്ങിപ്പോയി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി വാവേനെ കളിപ്പിച്ചു. അബിയുമൊക്കെ വന്ന്, മറിയാമ്മ വന്ന്, പിന്നെ ആകെ ബഹളമായിരുന്നു എല്ലാവരും കൂടി. ദിവസങ്ങൾ കടന്നുപോയി. കാലു നാട്ടിലേക്ക് വന്നില്ല. വീഡിയോ കോൾ ചെയ്ത് കുഞ്ഞിനെ കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ അഫി സമ്മതിച്ചില്ല. നേരിട്ട് വന്നാലേ കാണിച്ചു തരുമെന്ന് ഒറ്റ വാശിയിലായിരുന്നു. വീട്ടിലേക്ക് വന്ന് ഞാൻ കാക്കുൻ്റെ കൂടെ വീട്ടിലേക്ക് പോന്നു. മറിയാമ്മ കുഞ്ഞിൻ്റെ പേര് ഇപ്പോഴും സർപ്രൈസായി വെച്ചിക്ക. ഒരാഴ്ച കഴിഞ്ഞാൽ അവളെ ബേഡിയാണ്. അന്നേ പറഞ്ഞ് നടക്ക. അങ്ങനെ പതിവ് പോലെ ഒരു ദിവസം നമ്മളെ രാവിലെ 11 മണിക്ക് എണീറ്റ് പല്ലൊക്കെ തേച്ച് റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി ഡോറ് തുറന്നതും ഡോറിൻ്റെ പുറത്ത് ഫോണിൽ തൊണ്ടി നിൽക്കുന്ന ആളെ കണ്ട് കണ്ണ് തള്ളി. കാലു. നമ്മളെ വിളിയിട്ടതും കാലു തലയുയർത്തി നോക്കി. ഇതപ്പോൾ വന്ന്. ആ നീ എണീറ്റോ? വാ പോവാം. കാലു. എങ്ങട്ടാ? തറവാട്ടിലേക്ക്. എന്തിന്? എനിക്ക് ആ മുതമ്മനെ കാണാൻ വയ്യ. ചില ആളുകളെ പേഴ്സണലായിട്ട് ഒന്ന് കാണാനുണ്ട്. 5 മിനിറ്റ്. വേഗം ഡ്രസ്സ് മാറ്റിയിട്ട് വാ. കാലു. മുഖത്ത് വല്ലാത്ത ഗൗരവമാണ്. തമ്പുരാനെ, സീന്.